Hello friends, welcome to channel. 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്മാർട്ട് ട്യൂബ് ലൈറ്റ് ആണ്. ഇത് നമ്മൾ ഹാവൽസിൻ്റെ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഹാവൽസിൻ്റെ ഒരു സ്മാർട്ട് ട്യൂബ് ലൈറ്റ് ആണ്. ഇതിന് MRP കൊടുത്തേക്കുന്നത് 2002,999 ആണ് വരുന്നത്. പക്ഷേ നമുക്കൊരു 700 രൂപ റേഞ്ചിലേ വരുന്നുള്ളൂ. ശരിക്കും പ്രൈസ് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് അലക്സ, നമുക്ക് ഗൂഗിൾ സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. നമുക്കിത് ആപ്പ് വഴി കൺട്രോൾ ചെയ്യാം. ഇവരുടെ ഒരു ആപ്പൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താ ഞാൻ മറന്നു പോയിരുന്നു. ഡിജിറ്റാപ്പ് എന്നാണ് ഇവരുടെ ആപ്പിൻ്റെ പേര് കേട്ടോ. ഈ ഹാവൽസിൻ്റെ ആപ്പിൻ്റെ പേരാണ് ഡിജിറ്റാപ്പ് എന്ന്. ഇതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവം. ഇത് നമുക്കിപ്പോൾ ക്യാമറയിൽ ഫുള്ള് കൊള്ളില്ല. അത് കാരണം നമുക്ക് അൺബോക്സിങ് നമുക്ക് തൽക്കാലം ഇതിൽ തന്നെ ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹാവൽസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഞാൻ. ഹാവൽസിൻ്റെ പടം ഇവിടെ നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വൈഫൈ കണക്ടിവിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് 20 വാട്ടിൻ്റെയാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാമാക്സ് സ്മാർട്ട് ബാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കുന്നുണ്ട് സംഭവം, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാവൽസിൻ്റെ ബ്രാൻഡിങ് കൂടെ കാണാം. ഈ സൈഡിലും അതേപോലെ തന്നെയാണ് ബ്രാൻഡിങ് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ടാണ് പ്രൈസ് കൊടുത്തേക്കുന്നത്. അത് 2002,999 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ പറയാം ഒരു 700 ആ റേഞ്ചിലാണ് വരുന്നത്. നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത് ആമസോണിൽ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയി വാങ്ങാം. പിന്നെ വരുന്നത് നമുക്ക് IP20 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ കുറേ അതിൻ്റെ ക്ലിപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് ഉണ്ട്. ഒരു റൗണ്ട് അല്ല കേട്ടോ, അവിടെ തട്ടിപ്പോയി. ഇത് റൗണ്ട് അല്ല ഉണ്ട്. ഇവിടെ ഒരു അങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ട്യൂബ്. ഇതുകൊണ്ട് ട്യൂബും ആ ഡിസൈൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. എന്തായാലും നമ്മുടെ മേശമേ തുറക്കൽ നടക്കില്ല എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സൈസുള്ള സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിവ് അവേ വീഡിയോയുടെ കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിവ് അവേ വീഡിയോ നമ്മളൊരു റൂട്ടർ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണാം. നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ടായിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളൊരു 10 റൂട്ടർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി സ്റ്റെപ്സാണ്. ജസ്റ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് കാണുമ്പോൾ പാക്കേജിങ് സംഭവങ്ങളൊക്കെ ജസ്റ്റ് നമ്മുടെ നോർമൽ ട്യൂബ് പോലെ തന്നെയുണ്ട്. വേറെ ഡിഫറൻസുകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. സ്ക്രൂവും കാര്യങ്ങളും പ്ലഗൊക്കെ. പാറ്റേൺ എന്ന് പറയുന്നത് സെയിം, ഓരോ വ്യത്യാസവും ഇല്ല. നമുക്കിപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് മാത്രമേ കാണിക്കുള്ളൂ. വേറെ നമുക്ക് ഇങ്ങനെ കാണാനുള്ള ഡിഫറൻസുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് നമുക്ക് ഇനി ഓൺ ആയിട്ട് എടുത്ത് കാണാം. അതുപോലെ നമ്മുടെ ആപ്പും നമ്മളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് അതിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇത് പവറിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ട്യൂബ്. അപ്പോൾ നമുക്ക് ഓൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കത്തണ പോലെ ട്യൂബ് കത്തണ പോലെ കത്തുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ചെറുതായിട്ട് ലൂസ് പോണായിട്ടുണ്ട്. നമ്മൾ പ്ലഗിലാണ് കുത്തിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കറക്റ്റായിട്ട് ഞാൻ ഒന്ന് വെക്കട്ടെ. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ബ്ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇത് ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയറിംഗ് മോഡ് പോലെയാണ് സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആവണമല്ലോ. അപ്പോൾ ഇതൊരു ഹാവൽസിൻ്റെ ഡിജിറ്റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് ഹാവൽസിൻ്റെ നിന്ന് കൊടുത്താലും കിട്ടും, അല്ലെങ്കിൽ ഡിജിറ്റാപ്പ് എന്ന് കൊടുത്താലും രണ്ട് സംഭവം കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 58-59 MB വരുന്നൊരു ആപ്പാണ് സംഭവം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 3.9 റേറ്റിംഗ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. 10K+ ഡൗൺലോഡ് വന്നിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും ചെയ്യുന്നു. ചിലപ്പോൾ മിക്കതും സൈൻ ഇൻ ചെയ്യാനുള്ള ആവശ്യം വരും. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ ചെയ്തിട്ട് തിരിച്ച് വരേണ്ടി വരും. ഹാവൽസ് ലോയിഡ് ക്രാഫ്റ്റ് ഈ ആപ്പ് തന്നെയാണ്. അപ്പോൾ ലോഗിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. നമ്മൾ ആപ്പ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക ആഡ് ഡിവൈസ്. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ബ്ലിങ്കിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. നമുക്ക് ആഡ് ഡിവൈസ് കൊടുക്കാം, അല്ലെങ്കിൽ മുകളത്തെ ആദ്യം കൊടുത്താലും മതി. ഇതിൽ നമുക്ക് ഹാവൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പാറ്റേൺ കാണുന്നത്. അപ്പോൾ വേറെ നമുക്കിവിടെ സംഭവങ്ങളൊന്നും ഇവിടെ കാണാനില്ല വേറെ. അപ്പോൾ നമുക്ക് നേരെ ഗ്ലാമാക്സ് പാറ്റേണിൽ കൊടുക്കാം. ഇത് നമുക്ക് ഓൺലി കൊടുക്കാം. പിന്നെ നമുക്കിപ്പോൾ അവർ വൈഫൈയിൽ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വൈഫൈൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി റീസെറ്റ് ദ ഡിവൈസ് ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ലൈറ്റ് ഈസ് ബ്ലിങ്കിങ് ഫാസ്റ്റ് കീപ് ദ റീസെറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ട്. പവർ ഓൺ, ടേൺ ഓഫ്, 2 പ്രാവശ്യം ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഓൺ ചെയ്യുക. അങ്ങനെയാണ് സബ്ജക്റ്റ് യൂസർ വേണമെന്നാണ്. എൻഷുർ ലൈറ്റ്സ് ഇസ് ഫാസ്റ്റ് ബ്ലിങ്കിങ് എന്നാണ്. അപ്പോൾ നമുക്കത് ചെയ്യണം. നമുക്ക് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും സംഭവം ബ്ലിങ്ക് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് 3 വർഷം ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉണ്ട് ബ്ലിങ്കിങ് ആയിട്ടില്ല. നേരത്തെ ബ്ലിങ്കിങ് ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് ബ്ലിങ്കിങ് മോളിലേക്ക് ആക്കിയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ സമയം എടുക്കും.
ഇതാ നമ്മളിപ്പോൾ ബ്ലിങ്കിങ് മോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാണാം, നമുക്ക് കൺഫേം ഇൻഡിക്കേറ്റർ റാപ്പിഡ്ലി ബ്ലിങ്കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഡിങ് ഡിവൈസ് ആണ്. എൻഷുർ ദാറ്റ് ദ ഡിവൈസ് ഈസ്, അപ്പോൾ എൻഷുർ ദാറ്റ് ദ വൈഫൈ സിഗ്നൽ ഈസ് ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന സംഭവം കണ്ടുകെട്ടിയെന്ന് തോന്നിയിട്ടുണ്ട് വെച്ചാൽ അപ്പോൾ ബ്ലിങ്കിങ് നിന്നിട്ടുണ്ട്. അപ്പോൾ ആഡിങ് ഡിവൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട്, എൻഷുർ ദ ഡിവൈസ് ഈസ് പവർഡ് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കാനിങ് ഡിവൈസ് നമ്മുടെ കഴിഞ്ഞിട്ടില്ല, അത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കണക്കിട്ടിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. കണ്ടു ഗ്ലാമാക്സ് പാറ്റേൺ 𝙑𝙑W എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ടാൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെയറിങ്ങും സംഭവങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വന്നുകൊണ്ട് ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരിക. ഇത് നമ്മുടെ ഇവരുടെ ബൾബും സംഭവം അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ളതാണ്, ഇത് കളർ മാറ്റാനുള്ളത്. കണ്ടു ഇത് നമ്മുടെ കൂൾ വൈറ്റ്, ഇത് നമുക്ക് വാം കളർ കിട്ടാം. നമുക്ക് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഇതെങ്ങനെ കുറച്ചിടാൻ വേണമെങ്കിൽ. പിന്നെ നമുക്ക് എന്താ സീൻ മാറ്റണമെങ്കിൽ സീൻ മാറ്റാൻ. കണ്ടു സീൻ സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ മൂൺ ലൈറ്റ് മേഡ്, അതുപോലെ കിഡ്സ് സോണ്, ഡൈനിന്, അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ഉണ്ട്, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ലെഫ്റ്റ് ടൈം. നമുക്ക് എഫ് ഓഫ് ആണ്, എഫ് ഓഫ് ചെയ്യണം, അത് ഷെഡ്യൂൾ ഉണ്ട്. നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ താഴെ തന്നെ ഉണ്ട്, അവിടെ ഉണ്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓഫായി ഓണായി. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. അതുപോലെ അലക്സ സപ്പോർട്ട്, അതുപോലെ ടാപ്പ് ടു റൺ ആൻഡ് ഓട്ടോമേഷൻ, ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ സ്ക്രീനിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, നമുക്കൊരു പുതിയ സീൻ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇത് ഓറഞ്ച്, അതുപോലെ നമുക്കിവിടെ ഇവിടെ ഉണ്ട് ഒരു കളർ സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇതുവേണമെങ്കിൽ നമുക്ക് വെച്ച് സെറ്റ് ചെയ്യാം. റീഡിങ് മോഡാണോ അങ്ങനെ നമുക്ക് ഇഷ്ടം നോക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും നമ്മുടെ മോഡ് അനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ പക്ഷെ കളർ മോഡുകൾ വേറെ ഒന്നും വരുന്നതിൽ കാണാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാനുള്ള മോഡുകളൊന്നും കാണാനില്ല. നമ്മുടെ ബൾബിൽ വരുന്ന പോലെ അങ്ങനത്തെ മോഡുകളൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ആകെ വാമും ഇത് മാത്രം നമുക്ക് കളർ ഓപ്ഷൻ വരുന്നുള്ളൂ ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പായിട്ട് വരുന്നത്. ഇവിടെ സ്മാർട്ട് എന്നൊരു ആപ്പും ഉണ്ട്, ഇവിടെ ഓട്ടോമേഷൻ ടാപ്പ് നേരത്തെ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. എക്സിക്യൂട്ട് ഓട്ടോമാറ്റിക്കലി അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ സച്ച് ആസ് ബൈ ദ ഡിവൈസ്. നമുക്ക് ഇത് ഓട്ടോമേഷൻ വേണമെങ്കിൽ ആക്കാം, നമുക്ക് അതിനുള്ള സെറ്റപ്പ് വേണം. പക്ഷേ അലക്സ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് വേണം, അങ്ങനെ ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ആപ്പ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ട്യൂബ് വരുന്നത്. അപ്പോൾ മോഡ് മാറ്റാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ്, പക്ഷെ നമുക്ക് കളറുകൾ വേറെ ഒന്നും കാണാനൊന്നുമില്ല. ഞാൻ കളേഴ്സുകൾ വേറെ നോക്കി, നമുക്ക് ഈ ബൾബിൽ മാറ്റാൻ പറ്റുന്ന പോലെ റെഡും കളറും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണാനൊന്നുമില്ല കേട്ടോ. ഇല്ല, ഈ 4 ഓപ്ഷൻസ് തന്നെ ഉള്ളൂ, വേറെ കളറുകളൊന്നും ഓപ്ഷൻസ് ഒന്നും കാണാനില്ല. അതുപോലെ സീൻ കളറിലും വേറെ ഓപ്ഷൻസ് ഒന്നും കാണാനില്ല. താഴെ ഫ്ലാഷ് മോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമുക്ക് ഇങ്ങനെ ഫ്ലാഷ് ചെയ്യാനുള്ളൊരു മോഡുണ്ട്. കളർ ഫ്ലാഷിങ്ങിൻ്റെ സ്പീഡ് സബ്മിറ്റ് ചെയ്യാനുള്ള വേറെ സംഭവമുണ്ട്. അല്ലാണ്ട് വേറെ നമുക്ക് കളർ ഓപ്ഷൻസ് വേറെ മോഡുകളൊന്നും നമുക്ക് കാണാനില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ട്യൂബിലായിട്ട് നമ്മുടെ കളർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഡെക്കറേറ്റീവ് ഉപയോഗിക്കാൻ നല്ലതുണ്ട്. പക്ഷേ നമുക്ക് ആ ഫീച്ചർ നമുക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഹാവൽസിൻ്റെ വെച്ച് നമുക്ക് നമ്മുടെ വിപ്രോൻ്റെ ചില ട്യൂബിൽ മാത്രമേ അത് വരുന്നുള്ളൂ. നമുക്ക് ബൾബിലാണ് മാക്സിമം നമ്മുടെ ഈ മാക്സിമം കളർ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക സ്മാർട്ട് ട്യൂബിലായിട്ട് ഹാവൽസിൻ്റെ. അപ്പോൾ നമുക്ക് താല്പര്യമൊക്കെ ഇഷ്ടപ്പെട്ടവർക്കും വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് ബയും കിട്ടും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അതുവരെ ബൈ ഫ്രണ്ട്സ്.